ജപാകുസുമസങ്കാശം കാശ്യപേയം മഹാദ്യുതിം തമോഘ്നം സർവപാപഘ്നം ഭാസ്കരം പ്രണമാമ്യഹം. ഞാൻ ഭാസ്കരനെ പ്രണമിക്കുന്നു. അതെ, ആദ്യത്തിനെ നാം പ്രണമിക്കണം. നവഗ്രഹങ്ങളിൽ ഏറ്റവും ശക്തനായ ഗ്രഹം, ആത്മപ്രഭാവം, വ്യക്തിത്വം, ഇൻഡിവിജ്വാലിറ്റി, ഇതൊക്കെ കീപ്പ് ചെയ്യുന്ന ഒരേ ഒരു ഗ്രഹം ജ്യോതിഷത്തിൽ സൂര്യനാണ്. സൂര്യനാണ് ഗ്രഹങ്ങൾക്ക് വെളിച്ചം നൽകുന്നത്. സൂര്യൻ എത്രത്തോളം ഒരു ജാതകത്തിൽ ശക്തനാണോ അത്രത്തോളം അദ്ദേഹത്തിൻ്റെ പ്രഭാവം സമൂഹത്തിൽ, സമാജത്തിൽ നിലനിൽക്കും. ഇതാണ് സൂര്യൻ. താതസ്യ ആത്മപ്രഭാവ, തൻ്റെ പിതാവും ആത്മപ്രഭാവവുമാകുന്നു സൂര്യൻ. അതിനാൽ സൂര്യൻ ബലവാനാണെങ്കിൽ ഒരു വ്യക്തി എല്ലാം നേടും, തൻ്റെ പ്രഭാവം കൊണ്ട്, വ്യക്തിത്വം കൊണ്ട്. ഇതാ പ്രിയമുള്ള പ്രേക്ഷകരെ, സൂര്യൻ ഉത്തരായനത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. ഉത്തരായണം എന്നാണ് പറയുക. ദക്ഷിണായനം, ഉത്തരായണം. മകരം 1 മുതൽ മിഥുനം 31 അല്ലെങ്കിൽ 30 വരെയുള്ള 6 മാസക്കാലം സൂര്യൻ പ്രവേശിക്കുന്ന സമയത്തിന് ഉത്തരായണം എന്ന് പറയുന്നു. മകരം 1 ശബരിമലയിൽ മകരജ്യോതി നാം ദർശിക്കുക. ഇതാ മകരത്തിൽ സൂര്യൻ പ്രവേശിച്ചിരിക്കുന്നു. 1201 ധനുമാസം 30-ാം തീയതി മുതൽ, അതായത് 2026 ജനുവരി 14-ാം തീയതി ഉച്ചയ്ക്ക് 3:15 മുതൽ സൂര്യൻ ഉത്തരായനത്തിൽ പ്രവേശിക്കുകയാണ്. മകരമാസം 1 പിറക്കുകയാണ്. സൂര്യൻ മകരമാസത്തിൽ വരുമ്പോഴാണ് മകരം 1-ാം തീയതി ആവുക. നിങ്ങളുടെ കലണ്ടറിൽ കാണുക വ്യാഴാഴ്ച മകരം 1-ാം തീയതി എന്നാണ്. യഥാർത്ഥത്തിൽ ബുധനാഴ്ച 3:15 മുതൽ ഉച്ചയ്ക്ക് IST സമയം സൂര്യൻ മകരത്തിൽ പ്രവേശിച്ചു. നാം ഇവിടെ ചർച്ച ചെയ്യുന്നു എപ്രകാരമാണ് ഈ സൂര്യൻ്റെ മകരമാസത്തിലേക്കുള്ള പ്രവേശനം ഒരു മാസക്കാലം ഒരു വ്യക്തിക്ക് ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്ന വിഷയം. സൂര്യനെ ആശ്രയിച്ചിട്ടാണ് എല്ലാ ഗ്രഹങ്ങളും നിൽക്കുന്നത്. ഞങ്ങൾ ജ്യോതിഷികൾ കവടിക്രിയ വയ്ക്കുമ്പോൾ തന്നെ ഓം മൂർത്തിത്വേ പരികൽപ്പിത ശശഭൃത പത്മാപുനർജന്മനാം ആത്മേത്യാത്മവിതാം കൃതുശ്ച യജതാം ഭർത്താമര ജ്യോതിഷാം ലോകാനം പ്രളയോദയ സ്ഥിതിവിപുശ്ചാനേകഥ യശ്രുതൗ വാചം നസ്തദധാതു നൈകകിരണ ത്രൈലോക്യ ദീപോരവിഹി എന്ന ആ മന്ത്രം, വരാഹമിഹിര ആചാര്യൻ്റെ ആ തുടക്കത്തിലുള്ള മന്ത്രം 3 തവണ ജപിച്ചുകൊണ്ടാണ് ഞങ്ങൾ ജ്യോതിഷികൾ കവടിക്രിയ ആരംഭിക്കുക. അത്രത്തോളം പ്രാധാന്യം. പിന്നീട് മറ്റൊരു വലിയ പ്രാധാന്യം കൊടുക്കുന്നത് സൂര്യൻ ശിവനാകുന്നു. അർക്ക ശംഭുഹു, സൂര്യനെ കൊണ്ടാണ് ശിവനെ ചിന്തിക്കുന്നത്. ആ ശിവൻ്റെ ജ്ഞാനമൂർത്തിയായ ദക്ഷിണാമൂർത്തിയെ സ്മരിച്ചുകൊണ്ടും പിന്നീട് ഞങ്ങൾ ശ്ലോകം ചൊല്ലും. ഓം കൈലാസാദ്രീശകോണേ സുരവിടവിതടേ സ്ഫാടികേ മണ്ഡപേ സന്മാദങ്കാരാദി പീഠോപരി പരലസിതം സേവ്യമാനം സുരൗഘൈഹി ജാനുസ്ഥം വാമബാഹും മൃഗമഭി പരശും ജ്ഞാനമുദ്രാം വഹന്തം നാഗോദ്യുദ്യോഗവേഷ്ടം ദതത ഋഷിഗണേ ജ്ഞാനമീശാനമീടെ. ഇതാകുന്നു ഞങ്ങൾ ജ്യോതിഷികളുടെ പ്രാർത്ഥന. എന്നിട്ടാണ് ഞങ്ങൾ നവഗ്രഹങ്ങളെയും ഗുരുനാഥന്മാരെയും പ്രാർത്ഥിച്ചുകൊണ്ട് ഗീർണശ്രേയ, ഞങ്ങളുടെ വാക്ക് ശ്രേയസ്സാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് കവടിക്രിയ ആരംഭിക്കുന്നത്. രാവിലെ ഉണർന്ന് ഉത്ഥായ ഉഷസി, കാലത്തുണർന്ന് ധർമ്മദൈവങ്ങളെയും തൻ്റെ ദൈവങ്ങളെയും ഗുരുജനങ്ങളെയും പ്രാർത്ഥിച്ചുകൊണ്ട് വയ്ക്കുന്ന കവിടി ഒരിക്കലും നിഷ്ഫലമാകില്ല. അനുഭവങ്ങൾ ധാരാളമാണ്. പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇനി ആ സൂര്യൻ്റെ ഉത്തരായന കാലത്തിലേക്കുള്ള വരവും ഈ മകരമാസവുമാണ് ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും ഡോക്ടർ മാരാർജി നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അവിടെ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക ചതയം, പുരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹം. ഇവിടെ സൂര്യൻ കുംഭൻ രാശിക്കാർക്ക് ഏത് ഭാവത്തിൽ നിൽക്കുന്നു? 12-ാം ഭാവത്തിൽ നിൽക്കുന്നു. സൂര്യൻ ഏത് ഭാവത്തിൻ്റെ അധിപതിയാണ്? 7-ാം ഭാവാധിപനാണ്. 7-ാം ഭാവം എന്താണ്? വിവാഹം, മദനാലോകം, ഭാര്യാഭർത്ത സമാഗമം, ഭാര്യയുടെയും ഭർത്താവിൻ്റെയും സമാഗമങ്ങൾ ഉണ്ടാവുക, അല്ലെങ്കിൽ ഗമനാഗമനവും ഉണ്ടാവുക, യാത്ര ഉണ്ടാവുക. ശയ്യ, സ്ത്രീഷത്മ, നഷ്ടാർത്ഥ, മൈഥുനാനപി സപ്തമ, നഷ്ടപ്പെട്ട കാശ്, മൈഥുനങ്ങൾ, ഇതൊക്കെയാണ് 7-ാം ഭാവം. ഭാവങ്ങളെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹമായ സൂര്യൻ നിൽക്കുന്നത് 12-ാം ഭാവത്തിലാണ്. 12-ാം ഭാവം എന്നാൽ പാതിത്യഭാവമാണ്, വീഴ്ചയാണ് 12-ാം ഭാവം. അതിനാൽ ഈ ഭാവങ്ങൾക്കെല്ലാം തന്നെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും.
ഈ സൂര്യൻ. ദാമ്പത്യ ബുദ്ധിമുട്ടുകൾ വളരെയധികം വരും. ഭാര്യാഭർത്താക്കന്മാർ പലപ്പോഴും അകന്ന് ജീവിക്കേണ്ടി വരും. ദേ ആർ പാർഷ്യലി സെപ്പറേറ്റഡ്. വിദേശത്തേക്ക് പോകുന്ന വ്യക്തിക്ക് യാത്ര മുടങ്ങും. ഒരുപക്ഷെ അവസാന സമയം ഫ്ലൈറ്റ് ക്യാൻസലാകും, അല്ലെങ്കിൽ തന്നെ വിലപ്പെട്ട രേഖകൾ നഷ്ടപ്പെട്ടു പോകും. ആ സമയത്ത് യാത്രയിൽ തൻ്റെ ബാഗൊക്കെ ആരും തട്ടിപ്പറിച്ച് പോകും. ആ സമയത്തുള്ള യാത്ര പാടില്ല. ഇതൊക്കെ സംഭവിക്കുന്ന ഭാവമാണ് 12ാം ഭാവത്തിൽ നിൽക്കുന്ന ആദിത്യന്. വളരെ ശ്രദ്ധിക്കണം. പതിതസ്തുരിഭേ എന്നാണ് ഹോരാശാസ്ത്ര ഫലം പറഞ്ഞിരിക്കുന്നത്. പതിത, ഒറ്റ വാക്ക് ഹോരാശാസ്ത്രം പറഞ്ഞിരിക്കുന്നത്. പതിത, ഇയാൾ വീഴും. എല്ലാതരം വീഴ്ചയാണ്. കർമ്മമേഖലയിലാകാം, അല്ലെങ്കിൽ ദാമ്പത്യത്തിനാവുന്ന ക്ലേശങ്ങളാകാം, ശാരീരികമായി വീണ് ഡിസ്ക്, നടു ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം, ഹൃദ്രോഗം കൊണ്ട് ബുദ്ധിമുട്ട്. കാരണം കുംഭൻ രാശിയുടെ പേര് ഹൃദ്രോഗം എന്നാണ്. എന്നൊരു പേരുണ്ട്, ഹൃദയരോഗം ഉണ്ടാകും. ഹൃദ്രോഗം. കുംഭൻ രാശിക്കാർക്ക് പെട്ടെന്ന് ഹൃദയരോഗം വരും. 12ൽ നിൽക്കുമ്പോൾ അതിൽ പാതിത്യം വീഴ്ച വരാം. 12ാം ഭാവം ധനനഷ്ടമാണ്, വലിയ ധനനഷ്ടം വരും. 12ാം ഭാവം നരകമാണ്. ഇവിടെ പിതൃക്കൾക്ക് മോക്ഷം കൊടുക്കേണ്ട ആളുകൾ മോക്ഷം കൊടുത്താൽ വളരെ നല്ലതാണ്. കുംഭൻ രാശിക്കാർ ബലിയിടുക, അത് ഒരു വലിയ പരിഹാരമായി വരും. ദാമ്പത്യത്തെ ഐക്യമത്യ അർച്ചന ചെയ്യുക, ഭാര്യയും ഭർത്താവും തമ്മിൽ. ഒരു തരത്തിലും വിദേശത്ത് പോകുന്ന വ്യക്തി മറ്റൊരു ഏജൻസിക്ക് കാശ് കൊടുത്താൽ അവർ കാശ് കൊണ്ട് ഓടിപ്പോവും. ശ്രദ്ധിച്ചുകൊള്ളൂ. 12ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ ചമത്കാരി എന്താണെന്ന് പറഞ്ഞിരിക്കുന്നു. രവിർദ്വാദശേ നേത്രദോഷം കരോതി. ഇദ്ദേഹത്തിന് നേത്രരോഗം, കണ്ണുരോഗം വരും. വിവക്ഷാഹവേ ജായദേശോ ജയശ്രീഹി. ശത്രുക്കളുമായി യുദ്ധം ചെയ്ത് ഇയാൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകുമെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു. പക്ഷേ ഈ ദുർബലമായ മകരൻ രാശിയിൽ നിൽക്കുന്ന സൂര്യൻ ഒരു തരത്തിലും അപ്രകാരം ഒരു ഗുണം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, വലിയ പ്രയാസമാണ്. ശാസ്ത്രജ്ഞർക്ക് പറയാം, പക്ഷെ അനുഭവമാണ് ജ്യോതിഷം. അത് ശ്രദ്ധിക്കണം നിങ്ങൾ പ്രിയമുള്ളവരെ. ഇത് കലിയുഗമാണ്, പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. ദോഷങ്ങളും ശുഭങ്ങളെ പറ്റി ചിന്തിക്കുമ്പോൾ ദോഷങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം. ഇത് കലിയുഗമാണ്, ജനങ്ങൾ നിർഭാഗ്യവാന്മാരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സിതേർലിപ്സിയ ലീയതേ ദേഹദുഃഖം. തൻ്റെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി, ജീവിതത്തിലുള്ള വിജയത്തിന് വേണ്ടി സുഖദുഃഖങ്ങളെ നോക്കാതെ ജോലി ചെയ്യും. വെരി ഹാർഡ് വർക്കിംഗ്, അത്ര കഠിനാധ്വാനം ചെയ്യും. പിതൃവ്യാപത, അച്ഛൻ മുതലായവർക്ക് രോഗാദി അരിഷ്ടതകൾ വരും. അതുകൊണ്ട് പിതാവിൻ്റെ പേരിൽ മൃത്യുഞ്ജയ ഹോമമോ പുഷ്പാഞ്ജലിയോ ചെയ്യുക. പേരൻസ് മരിച്ചു കഴിഞ്ഞ വ്യക്തികൾ പിതൃകർമ്മം ചെയ്യുന്നത് വളരെ ഗുണമാണ് അമാവാസിക്ക്. അതും കൂടി ശ്രദ്ധിക്കുക. ഹാനിഹി അധ്വപ്രദേശേ, വഴിയിൽ വെച്ച് അപകടമുണ്ടാകുമെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു. തനിക്ക് യാത്രയിൽ അപകടങ്ങൾ ഉണ്ടാകാം. അതിനാൽ ജാഗ്രതയോടുകൂടെ ഈ ഒരു മാസക്കാലം പരിഹാരങ്ങൾ ചെയ്ത് ഓം നമഃ ശിവായ പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് ഭാര്യയോട് കലഹിക്കാതെ ഈ സമയത്ത് നാട്ടിലേക്ക് വരാതിരിക്കുന്നതാണ് ബുദ്ധി. വന്നാൽ വിരസങ്ങളാകും. എന്തിനാ നിങ്ങൾ വന്നതെന്ന് ഭാര്യ ചോദിക്കുക. തർക്കിക്കാനേ സമയമുണ്ടാവുകയുള്ളൂ. പ്ലീസ് ബി സൈലൻറ്റ്. മൗനം വിദ്വാനും വിഡ്ഢിക്കും ഭൂഷണമാണ്. തൽക്കാലം കുംഭൻ രാശിക്കാർ വിഡ്ഢികളാവട്ടെ. ദയവ് ചെയ്ത് ശാരീരികമായി സ്റ്റെബിലിറ്റിക്ക് വേണ്ടി ജോലി ചെയ്യുമ്പോൾ ശരീരം ശ്രദ്ധിക്കണം. പെട്ടെന്ന് നടുവേദന, ഡിസ്ക് വേദന, അസ്ഥി സംബന്ധമായ ബുദ്ധിമുട്ടുകൾ വരും. പരിഹാരങ്ങളൊക്കെ ചെയ്യുക. എല്ലാ കുംഭൻ രാശിക്കാർക്കും നന്ദി, നമസ്തേ.